ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമായി പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തി. വിശദമായ പരാതി എം.വി. ഗോവിന്ദന് എഴുതി നൽകിയ അൻവർ എം.ആർ. അജിത് കുമാറിനും പി. ശശിക്കും എതിരായ നിലപാടുകൾ ആവർത്തിച്ചു. ആരോപണങ്ങളിൽ നിന്ന് താൻ പിന്നോട്ടു പോയിട്ടില്ല എന്നും മുൻ നിലപാടുമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഇനിയും ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. നടപടിയെടുക്കേണ്ടത് പാർട്ടിയും സർക്കാരുമാണ് എന്നും ഇക്കാര്യത്തിൽ തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും അൻവർ വ്യക്തമാക്കി. പാർട്ടി സെക്രട്ടറിയെ കാണും ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്കും പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. ചോദ്യങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും. അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചുകൊണ്ടൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനെയാണ് എന്താണ് പ്രതികരിക്കാറുള്ളത്? എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല. എങ്ങനെ മാറ്റാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റാനോ തയ്യാറായിട്ടില്ല. പാർട്ടി തലത്തിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ടാകുന്നു. അല്ല, എനിക്കതിൽ പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പൊ എലിയായി പോയി, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, ADGPയെ മാറ്റി നിർത്തണോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ? അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാനല്ലോ? അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ്, പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ് മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കില്ല തിരക്ക്, എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്, ഈ പാർട്ടിക്കൊക്കെ ഉണ്ട്. MLA പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ MLA പറയുമ്പോൾ ഈ MLAയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു. അപ്പോൾ ക്രമസമാധാനം എന്ന നിർണായക തസ്തികയിൽ എം.ആർ. അജിത് കുമാർ ഇരിക്കുകയാണ്. അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കും. ഈ ജി. സ്പർജിത് കുമാറാണെങ്കിലും തോമസ് ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ്. അപ്പൊ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും? അല്ല, അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത്. ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ? അല്ല, അങ്ങേക്ക് പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അങ്ങേക്ക് പിന്നിൽ? അല്ല, ദൈവമായിട്ട് നിൽക്കുള്ളൂ. ദൈവം മനുഷ്യന്റെ രൂപത്തിലൊന്നും അവതരിക്കില്ല എന്റെ വിശ്വാസപ്രകാരം. മനസ്സിലായോ? അപ്പൊ അതിന്റെ വഴിക്ക് പോകും. അദ്ദേഹം അങ്ങനെയാണ് ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാരുടെ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ സാഹചര്യം നിൽക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാനും ചോദിക്കുന്നതാണ്, അങ്ങനെ ഉണ്ടാവുമോ? പരിഹാരം വേണ്ടേ? അല്ല, അത് പരിഹരിക്കണല്ലോ. അതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല, അത് പഠിക്കട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാവോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർത്തി. എങ്ങനെ? അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലുമായി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ പറഞ്ഞു. അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ ശ്രീദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ. ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം. കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.
അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. അല്ല, ഇന്നലെ അതേ പരാതിയാണോ? അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക്. പാർട്ടി സംവിധാനത്തിൽ പുറത്തുനിൽക്കുന്ന ഒരാളാണ്. അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ അദ്ദേഹം ചതിക്കപ്പെട്ടത്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദാറ്റ്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ PV അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്ന ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പോൾ റിസ്ക്? അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങുണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് PV അൻവർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, തുടർച്ചയായ വെടിപൊട്ടിക്കൽ, അതിനുശേഷം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, പിന്നീട് സഖാവ് എന്ന നിലയിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നുവെന്ന പ്രതികരണം. ഡാൻ ചോദിക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി തന്നെയാണോ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് അതേ എന്നാണ് അൻവർ മറുപടി നൽകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത്? അതെല്ലാം പാർട്ടിയെ കൂടി ധരിപ്പിക്കുമ്പോൾ എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? ഇന്നലെ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകൾ കൈമാറി, പരാതി കൈമാറി തിരികെ MLA ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ വളരെ ശാന്തനായിട്ടാണ് മാധ്യമങ്ങൾ പ്രതികരിച്ചത്. തീർച്ചയായും ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള PV അൻവറിന്റെ ശരീരഭാഷയിൽ നിന്ന് താൻ എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള സൂചനകൾ ആയിരുന്നു ലഭിച്ചത്. സഖാവ് എന്ന നിലയിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നുവെന്ന് PV അൻവർ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കണ്ട പരാതി ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുന്നത് എന്നുകൂടി ആണ് PV അൻവർ പറയുന്നത്. ഒപ്പം P ശശിക്കും ADGP അജിത് കുമാറിനുമെതിരായ ആരോപണങ്ങൾ PV അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാൻ, അതേ പരാതി തന്നെ നൽകുമ്പോൾ എന്താണോ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് അത് തന്നെ പാർട്ടിയെയും അറിയിക്കുന്നു എന്നതിലൂടെ അൻവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അഭിലാഷ്, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പ്രതികരണം നടത്തിയപ്പോൾ പലരും ഒന്ന് സംശയിച്ചിരുന്നു, ഇതൊരു പിന്മാറ്റമാണോ, പത്തിമടക്കലാണോ എന്നൊക്കെ. അപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയാകാനാണ് സാധ്യതയെന്ന്. അത് അടിവരയിടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയ അതേ പരാതി നൽകിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതൊരു വിപ്ലവം ആണ് എന്ന് PV അൻവർ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ആ വിപ്ലവം അദ്ദേഹം ഒറ്റയ്ക്ക് നയിക്കുകയല്ല, അതിന് പിന്നിൽ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം ഉണ്ട് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഇടപെടലുകളും വിവരങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? P ശശിയെയും ADGP MR അജിത് കുമാറിനെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണോ? അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ മാനം ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ? അതാണിനി അറിയാനുള്ളത്. അത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആ കൂട്ടത്തിലാണ് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘം. ആ സംഘം MR അജിത് കുമാറിന്റെ തസ്തികയ്ക്ക് താഴെ ജോലി ചെയ്യുന്ന ഇൻസ്പെക്ടർ ജനറൽമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയവരാണ്. അങ്ങനെയുള്ളവർക്ക് സാങ്കേതികമായി എങ്ങനെ അവരുടെ മേലുദ്യോഗസ്ഥനെ, അവരുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഉപമയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സ്കൂളിലെ ഹെഡ്മാസ്റ്റർക്കെതിരെ ഒരു പരാതി ഉയർന്നാൽ
പിയൂണും അധ്യാപകരും ക്ലർക്കുമാരും ചേർന്നല്ല അന്വേഷണം നടത്തേണ്ടത്, അതിന് മുകളിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ച PV അൻവറിന് എന്തോ അതൃപ്തിയുണ്ട്. പക്ഷെ അദ്ദേഹം അത് പരസ്യമാക്കുന്നില്ല. അത് അവിടെയാണല്ലോ അത് ഡാൻ ഇതിപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെ അല്ലെങ്കിൽ ഹെഡ് മാഷിനെതിരെ പരാതി ഉയർന്നാൽ അത് പ്യൂണും ക്ലർക്കും അന്വേഷിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ ADGP ഉൾപ്പെടുന്ന ADGPക്ക് അടക്കം എതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ അന്വേഷണ സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെ ഒരു സമിതിക്കുള്ളിലാണ് ഈ പറയുന്നത് പോലെ വളരെ താഴ്ന്ന നിലയിൽ, അതായത് ആർക്ക് നേരെയാണോ അന്വേഷണം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ താഴ്ന്ന പോസ്റ്റുകളിൽ ഉള്ളവർ ഉൾപ്പെടെ സംഘത്തിൽപ്പെടുന്നതാ. അതായത് മുഖ്യമന്ത്രി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതിനെതിരെയല്ലേ വിമർശനം? സ്വാഭാവികമായി അത്തരത്തിൽ തന്നെ വായിച്ചെടുക്കേണ്ടി വരും. കാരണം ആ തസ്തികയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് മാത്രമാണ് MR അജിത് കുമാറിന്റെ തസ്തികയ്ക്ക് മുൻപിൽ DGP ആയിട്ടുള്ളത്. അദ്ദേഹം ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള എല്ലാവരും, തോംസൺ ജോസ് അടക്കം മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് MR അജിത് കുമാറിന് താഴെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ, ഒന്നെങ്കിൽ MR അജിത് കുമാറിന്റെ അതേ തസ്തികയിലുള്ള മറ്റ് ADGPമാരുണ്ട്, അവരെ ആരെയും ഉൾപ്പെടുത്താതെ സംസ്ഥാന പോലീസ് മേധാവിക്കൊപ്പം ഈ MR അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥർ മാത്രം അന്വേഷണ സംഘത്തിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നൊരു പ്രധാനപ്പെട്ട സംശയം അന്നു മുതൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അവിടെയാണ് ആ ചോദ്യങ്ങളോട് PV അൻവർ നടത്തിയിരിക്കുന്ന ശ്രദ്ധേയമായ പെരുമാറ്റം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനുള്ള മറുപടി അപ്പോൾ പറയാം, അത് പൊതുസമൂഹം കാണുന്നുണ്ട്, അപ്പോൾ ബാക്കി എന്ത് ചെയ്യണമെന്ന കാര്യം അപ്പോൾ തീരുമാനിക്കാമെന്നാണ്. അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതിപക്ഷ മുന്നണികൾ അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ തന്നെ മികച്ച ഉദ്യോഗസ്ഥരുണ്ട്. ആ കുറ്റമറ്റ തരത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചാൽ കൃത്യമായ സത്യം പുറത്തു വരുമെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അൻവർ. മറിച്ചൊന്ന് സംഭവിച്ചാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അൻവർ അല്പസമയത്തിന് മുമ്പ് പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തിരികെ MLA ഹോസ്റ്റലിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ട്, അതിൽ ചില മുതിർന്ന നേതാക്കളുണ്ട് എന്ന കൃത്യമായ സൂചന നൽകുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയാണ് PV അൻവർ പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി കൈമാറിയതിനു ശേഷം ഇപ്പോൾ തിരികെ മടങ്ങിയിരിക്കുന്നു. അതായത് ഡാനി സൂചിപ്പിക്കുന്നത് പോലെ അൻവർ ഒറ്റയ്ക്കല്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് വായിച്ചെടുക്കേണ്ടത്? കാരണം P ശശി വളരെ കൃത്യമായ ഒരു സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു നിരീക്ഷണം പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ട്. ADGPയുമായി ബന്ധപ്പെട്ട ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ ADGPക്ക് കൃത്യമായി സംരക്ഷണം ലഭിക്കുന്നു എന്ന ആക്ഷേപം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണമോ പാർട്ടി സെക്രട്ടറിയെ തന്നെ കണ്ട് എന്താണോ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതേ പരാതി തന്നെ ഉന്നയിക്കുന്നത്? അഭിലാഷ്, അവിടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ പാർട്ടി നേതൃത്വം എടുത്ത അച്ചടക്ക നടപടികൾ കൂടി ചേർത്ത് വായിക്കേണ്ടത്. അതായത് പാർട്ടി നിയമിച്ച മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെയാണ് അന്ന് നടപടിയെടുത്തത്. അത് പാർട്ടിക്ക് വിരുദ്ധമായ നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആക്ഷേപം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് P ശശിയെ കൊണ്ടുവന്നതെങ്കിലും അത് പാർട്ടിയുടെ അനുമതിയോടെയായിരുന്നു ആ നിയമനം നടന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി നിയമിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഏത് നിമിഷവും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള പൂർണ്ണ അധികാരം പാർട്ടി നേതൃത്വത്തിനുണ്ട്. സ്വാഭാവികമായി അവിടെ സർക്കാരല്ല തീരുമാനം കൈക്കൊള്ളേണ്ടത്, പാർട്ടിയാണ്. അത് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന് കൂടി പരാതി കൈമാറുന്ന ഒരു സാഹചര്യം അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, P ശശിക്കെതിരായ ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നതിന് അപ്പുറത്തേക്ക് സമാന്തരമായ ഒരു അധികാര കേന്ദ്രമായി അദ്ദേഹം മാറുകയായിരുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ ഏറെക്കാലമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന്, സർക്കാരിന്റെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കൂടി ഉയർന്നു കേട്ടതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മന്ത്രിമാരുടെ അടക്കം കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടറിഞ്ഞതുമാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് ഇതേ ചോദ്യത്തോട്. അങ്ങനെയാണ് എങ്കിൽ പി ശശിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണോ PV അൻവർ നടത്തുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ഒരു അവ്യക്തത ബാക്കിയാകുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ശശിയെ മാറ്റണമെന്ന ആവശ്യം PV അൻവർ അല്ല ആദ്യം ഉന്നയിച്ചത്. അത് പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായി പാർട്ടി നേതൃത്വത്തിനോട് തന്നെ പലരും പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ പുറത്തു വന്നതാണ്. അതിനിടയിലാണ് PV അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രി പോലും അറിയാതെ, അദ്ദേഹം അറിയാതെ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് പി ശശിയും ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി കഴിഞ്ഞ ദിവസം അവിടെ ഡാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അതായത് PV അൻവർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ വളരെ കൃത്യമായി സൂചിപ്പിച്ച ഒന്ന്, നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടേതല്ല, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് താൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത്. വിപ്ലവം നടക്കുന്നത് കുടിലിലാണോ കൊട്ടാരത്തിലാണോ എന്ന് കണ്ടറിയണം. അതായത് വിപ്ലവം എന്നാൽ ആ വാക്കിന്റെ അർത്ഥം മാറ്റം എന്നാണ്. അതായത് പാർട്ടിക്കുള്ളിലും സർക്കാരിനുള്ളിലും സംവിധാനങ്ങൾക്കുള്ളിലും ഒക്കെ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്ന ചോദ്യത്തിന് നൽകുന്ന ഒരു മറുപടി, അതായത് മാറ്റം ആവശ്യമാണ് എന്ന് പാർട്ടി അണികൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അണികളുടെ ഒരു വികാരം കണക്കിലെടുത്തൊന്നും പരാതി പറയുന്ന നേതാവായി നമുക്ക് PV അൻവറെയൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്ക് വേണ്ടി PV അൻവറിനെ കൃത്യമായി അവതരിപ്പിക്കുന്നു, മുന്നിലേക്ക് വെക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിനുള്ള സാധ്യത തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് CPM പോലൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്കകത്തു നിന്ന് മുഖ്യമന്ത്രി, ഏറ്റവും പ്രബലനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെതിരെ ഒരു വ്യക്തി തനിച്ചുവെന്ന് ഇങ്ങനെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകി വീണ്ടും അതേ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുടർച്ചയായി ആവർത്തിച്ച് വിവാദ ഫോൺ സംഭാഷണങ്ങൾ അടക്കം പുറത്തുവിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് PV അൻവറിന്റെ ഒറ്റയാൻ പോരാട്ടമല്ല, മറ്റാരൊക്കെയോ ചേർന്ന് PV അൻവറിന്റെ പിന്നിൽ ഉണ്ട്. ആ ആരൊക്കെയാണ് ആ നീക്കത്തിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അവിടെ ദൈവം മാത്രമാണ് തനിക്ക് പിന്നിലുള്ളതെന്ന് പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും കൃത്യമായി ചില വ്യക്തികൾ, പാർട്ടിയിലെ ഒരു വിഭാഗം, അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ടേക്കാമെന്ന സൂചനകൾ കൂടി പുറത്തുവരികയാണ് ഈ ഘട്ടത്തിൽ. അഭിലാഷ്, ഒപ്പം ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ആ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനടക്കം നൽകുന്ന മറുപടിയുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് പാർട്ടിയാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് നേരിട്ട് വന്ന ഒരാൾ മുഖ്യമന്ത്രി ആകുന്നതല്ലോ. അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്, അതായത് മുഖ്യമന്ത്രിയെ പോലും തിരുത്താനോ മാറ്റാനോ നിശ്ചയിക്കാനോ ഒക്കെ പാർട്ടിക്ക് സാധിക്കും. അപ്പോൾ പാർട്ടിയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി തിരുത്തിയാൽ തിരുത്തിയതാണ്, മാറ്റിയാൽ മാറ്റിയതാണ് എന്ന ഒരു സന്ദേശം കൂടി ആ മറുപടിയിലൂടെ അൻവർ നൽകുന്നുണ്ടല്ലോ. അവിടെ കൃത്യമായി രണ്ട് ചോദ്യങ്ങളായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അതിലൊന്നാണ് അഭിലാഷ് ഇപ്പോൾ പറഞ്ഞത്. അതായത് താങ്കൾക്ക് വിധേയത്വം മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ എന്ന് ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ വന്ന് മുഖ്യമന്ത്രിയായതല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായത് മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയോടാണ് അദ്ദേഹത്തിന് കൂറുണ്ടാകേണ്ടത്. എനിക്കും കൂറ് പാർട്ടിയോടാണ്, പാർട്ടിയോടും മുഖ്യമന്ത്രിയോടുമെന്ന് പിന്നീടാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പാർട്ടിക്ക് വിധേയനായിട്ടാണ് മുമ്പോട്ട് നീങ്ങേണ്ടത് എന്നതിന്റെ ഒരു അനിവാര്യത കൂടി PV അൻവറിന്റെ ഈ പ്രസ്താവനകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണോ, അതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സാധ്യതകൾ, ചലനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ പുറത്തു വരികയുള്ളൂ. PV അൻവർ മാത്രമല്ല ഈ നീക്കത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടലുകളും പ്രതികരണങ്ങളും. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പരാതി, മുഖ്യമന്ത്രിക്ക് കൈമാറിയ പരാതി, അതിന്റെ പകർപ്പ് നേരിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൈമാറിയതിനു ശേഷം അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണം.
ഏതെങ്കിലും തരത്തിൽ പിന്മാറാൻ അനുനയത്തിനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം കണ്ടത്. സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക് കൂച്ചുവിലങ്ങിടണമായിരുന്നു. അങ്ങനെ കൂച്ചുവിലങ്ങ് ഇട്ട ഒരു നേതാവ് നടത്തുന്ന പ്രതികരണമല്ല അൻവർ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി ഈ നീക്കങ്ങളെ PV അൻവറിനെ പിന്തുണയ്ക്കുന്നുവെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഇന്നലെ നടത്തിയതിൽ നിന്ന് വിഭിന്നമായി കൃത്യമായ നിലപാടുമായി വ്യക്തമായ ഉത്തരങ്ങളോടെ എല്ലാ ചോദ്യങ്ങളോടും PV അൻവർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായത്. അവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ടുന്നത്. ഈ വിപ്ലവം അത് PV അൻവറിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP MR അജിത് കുമാറിനെയും മാറ്റി നിർത്തുന്നതുകൊണ്ട് മാത്രം തീരുന്നതല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് അതിൽ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു തുടർച്ചയായി PV അൻവർ MLA, അതും ഭരണകക്ഷി MLA ആയി PV അൻവർ ഉയർത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമായിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവറിന് താക്കീത് ലഭിച്ചു. PV അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന സൂചനയായിരുന്നുവെങ്കിൽ ഇന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടുകൊണ്ട് അതേ പരാതി തന്നെ ഉന്നയിക്കുമ്പോൾ PV അൻവറിന് പിന്നിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട്. അത്